ഡൽഹി ട്രിപ്പ് പോയപ്പം ഇങ്ങനൊരു 8ന്റെ പണി കിട്ടുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആരും ലാസ്റ്റ് ഡേ ഇൻ ഡൽഹി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടെങ്കിലും പിറ്റേ ദിവസം നമുക്ക് പോകാനുണ്ടായിരുന്ന ട്രെയിൻ ക്യാൻസലായി. നോക്കുമ്പോൾ 1-2 ദിവസത്തേക്കുള്ള എല്ലാ ട്രെയിനും ക്യാൻസലായി. ആദ്യം നമ്മൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കാരണം പെട്ടെന്ന് വീട്ടിൽ വിളിച്ച് പൈസ ചോദിക്കണം. കാരണം ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. നമ്മൾ ഓൾറെഡി കുറേ പൈസ ഷോപ്പിങ്ങും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചു. അങ്ങനെ എല്ലാവരും മൂഡ് ഓഫ് ആയിരുന്നു 1-2 ദിവസത്തേക്ക്. നമ്മൾ മാമൻ്റെ വീട്ടിൽ തന്നെ നിന്നു 2-3 ദിവസം. അവിടുത്തെ അമ്മമ്മയുടെ സീരിയലും കണ്ടു. എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്താനം പറഞ്ഞ് എല്ലാവരുടെയും ആ ഒരു മൂഡ് അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ 2-3 ദിവസം കഴിഞ്ഞാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ഏറ്റവും ചീപ്പസ്റ്റ്. അപ്പം അതിൻ്റെ തലേന്ന് പോകുന്നതിൻ്റെ തലേന്നൊക്കെ ആയപ്പോഴാണ് നമുക്ക് ആക്ച്വലി കുറച്ച് എനർജിയൊക്കെ വന്നത്. പുറത്തേക്കൊക്കെ പോകാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഡൽഹി നിസാമുദ്ദീനിൽ പോയി. അവിടെ ഇങ്ങനെ രാത്രി പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേൾക്കാനായിട്ട്. പെട്ടെന്ന് ട്രെയിനൊക്കെ ക്യാൻസലായി ഫ്ലൈറ്റൊക്കെ എടുത്ത് വരണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളും നമ്മുടെ വീട്ടുകാരൊക്കെ ഒത്തിരി ടെൻഷൻ അടിച്ചു. പക്ഷെ ബാലയുടെ മാമനും മാമിയും ഭയങ്കര ചില്ലായിരുന്നു. അവർ ഹോൾ ഫാമിലി ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. ഗുഡ് ഫുഡും നമ്മളെ ഭയങ്കര കാര്യമായിട്ടാണ് അവർ നോക്കിയത്. അത് കഴിഞ്ഞ് മാമ നേരെ നമ്മളെ കൊണ്ട് എയർപോർട്ടിലാക്കി. അവിടുന്ന് നമ്മൾ ഡൽഹി ടു ശ്രീനഗർ ഫ്ലൈറ്റ് എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്റ്റൽ എത്തിയാൽ മതിയെന്നായിരുന്നു. അങ്ങനെ നമ്മൾ വൈകിട്ടായപ്പോൾ ശ്രീനഗർ ലാൻഡ് ചെയ്തു, ഹോസ്റ്റലെത്തി. അങ്ങനെയാണ് ഡൽഹി ട്രിപ്പ് അവസാനിച്ചത്. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ ബൈ.